JBL-ന്റെ വിലയാണ്. പിന്നെ ഒരു 5 രൂപ കിട്ടിയാണ് അങ്ങനെ പോകും. പെട്ടിക്ക് തന്നെ 2 രൂപ നല്ല കുറച്ച് 2 രൂപ ഉള്ളൂ. പുതിയ പോണേ കിലോ 50. എട്ടെണ്ണ ടോപ്പിന് എത്രയാക്കാ? എത്ര ലാപ്ടോപ്പ് ഏതാ മോഡല്? ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ കോഴിക്കോട് സൺഡേ മാർക്കറ്റിന് പോയിട്ടുണ്ടായിരുന്നേ, നമ്മുടെ SM സ്ട്രീറ്റിൽ മിഠായി തെരുവിൽ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് കോഴിക്കോട് സൺഡേ മാർക്കറ്റിൽ വരിയോര കച്ചവടക്കാരുടെ വീഡിയോസാണ് നമ്മൾ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇവരുടെ അടുത്തൊക്കെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് കുറവാണ്, നല്ല ലാഭവും ഉണ്ട്. ഇവരുടെ കയ്യിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ലാഭം തോന്നിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾ, അതുപോലെ ഡ്രസ്സുകൾ, ക്ലോക്ക്, അങ്ങനത്തെ ഉപകരണങ്ങളാണ്. ക്ലോക്കിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100 രൂപ മാത്രമേ ഉള്ളേ. ഇതൊക്കെ പഴയ സാധനങ്ങളാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് സ്പീക്കർ, അതുപോലെ തന്നെ പഴയ TV, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒക്കെ കുറഞ്ഞ റേറ്റിനാണ് വിൽക്കുന്നത്. ഇതേ ഈ കാണുന്ന ഈ ഡോറിലൊക്കെ വെക്കണ പിടിയില്ലേ, ഇതിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 20 രൂപ റേറ്റാണ്. സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 20 രൂപയാണ്. അതുപോലെ തന്നെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത്. അപ്പോൾ നമുക്ക് എല്ലാം എടുത്ത് പറയാൻ പറ്റില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ പൈപ്പിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇതൊക്കെ പുതിയ സാധനങ്ങളാണ്, ഫസ്റ്റ് സാധനങ്ങളാണ്. സെക്കൻഡ് സാധനങ്ങളൊക്കെ വരുന്നത് ഈ മാർക്കറ്റിനുള്ളിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റാണ്. ഈ വരിയോര കച്ചവടക്കാരുടെ അടുത്ത് എപ്പോഴും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ നല്ലപോലെ ഓരോരുത്തർ വാങ്ങിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ കാണുന്ന ചെറിയ പൈപ്പിൽ ഇതിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 80 റേറ്റൊക്കെയാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾ റേറ്റ് ചോദിച്ചപ്പോൾ 40 റേറ്റ് ആയിരുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, വീട്ടിൽ ഇപ്പോൾ ഒരു പുതിയൊരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ അവിടത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം ഈ കാക്കാൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഡോർമേ വെക്കണ പിടി, അതുപോലെ തന്നെ കൊളുത്ത്, പൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഡോർമേ വെക്കണ പിടിയിൽ ഇത് നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതിന് റേറ്റ് പറയുന്നത് 30 രൂപ റേറ്റാണ്. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഈ ഇലക്ട്രോണിക് സാധനങ്ങളായ ബൾബ്, എമർജൻസി ലൈറ്റ്, റാന്തൽ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ട്യൂബ് ലൈറ്റിന് റേറ്റ് പറഞ്ഞത് 49 രൂപയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ അത് ഓണാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു, ചെക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി തോന്നിക്കുന്നു. നമ്മൾ പുറത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നല്ല റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ ഇവിടെ നല്ല വിലക്കുറവായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളാണ് എടുക്കുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ എന്തായാലും ഒത്തിരി പറ്റിയൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല. വേറൊന്നുമല്ല, ഇവർ അടുത്ത ആഴ്ചയും ഇവിടെ തന്നെ ഉണ്ടാവും. സൺഡേ മാർക്കറ്റ് വരിയോര കച്ചവടക്കാരാണ്, അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇവർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത് തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ലാപ്ടോപ്പിന് റേറ്റ് പറഞ്ഞത് 7000 രൂപയാണ്. ഈ മസാജറിലെ ഇതിന് റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്. മൈക്കിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 300 രൂപ റേറ്റാണ്. ഇവിടെ തന്നെ യൂസ്ഡ് ഫോണിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു, വാച്ചിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റേറ്റ് ജസ്റ്റ് ഒന്ന് ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നേ. അവരുടെ അടുത്ത് തന്നെ റെഡ്മി, ഒപ്പോ, സാംസങ്, അങ്ങനെ കുറേ കമ്പനീൻ്റെ ഫോൺസ് ഉണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് റേറ്റ് ഒന്ന് ചോദിച്ചാലോ. 12 GB റാം. 12 GB റാം. എത്ര റാം? 7500. 7500. അതിന് പുറമെ ഇവരുടെ അടുത്ത് തന്നെ ടാബിൻ്റെ കളക്ഷൻ ഉണ്ട്. വൺ പ്ലസ് 1500. സ്റ്റാർട്ടിങ് എത്ര വരുന്നത്? സ്റ്റാർട്ടിങ് 2000. ഇപ്പോൾ ഫോണുകൾക്ക് റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 2000 രൂപയാണ്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ ഈ പൈപ്പിൻ്റെ കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പൈപ്പിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് 20, 30 ആ റേറ്റാണ്. ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങളും നമുക്ക് റേറ്റ് കുറച്ചൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇത് തന്നെ ടോയ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. ഈ ടോയ്സ് ഇല്ലേ, അതിലേത് ടോയ്സ് എടുത്താലും റേറ്റ് വരുന്നത് 10 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഷർട്ടിൻ്റെ കളക്ഷനിലേക്കാണ്. ഷർട്ടിന് റേറ്റ് തുടങ്ങുന്നത് 250 രൂപ റേറ്റാണ്. ഇതിലേത് ഷർട്ട് എടുത്താലും റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഇവരുടെ അടുത്ത് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ഒറ്റ കളറിലുള്ള വൈറ്റ് കളറിലെ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെക്കിൻ്റെ ഷർട്ടുണ്ട്, പ്രിൻറ്റിൻ്റെ ഷർട്ടുണ്ട്, അങ്ങനെ കുറേ കളക്ഷൻ വരുന്നുണ്ട്. പിന്നെ സൈസിൻ്റെ കാര്യത്തിലായാലും സ്മോൾ, XL, അങ്ങനെ പല സൈസിലാണ് വരുന്നത്.
ഹെഡ്സെറ്റും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ബാറ്ററി അതൊക്കെ വാരി ഇട്ടേക്കുവാണ്. ഹെഡ്സെറ്റിനൊക്കെ റേറ്റ് വരുന്നത് 20 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. സാംസങ്ങിൻ്റെ ബാറ്ററിക്ക് റേറ്റ് വരുന്നത് 30, 50 ആ റേറ്റാണ്. ഇവിടെ തന്നെ സ്ക്രീൻ ഗാർഡിൻ്റെ കളക്ഷനുണ്ട്. സ്ക്രീൻ ഗാർഡിൻ്റെ റേറ്റ് തുടങ്ങുന്നത് 20 രൂപ റേറ്റാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ചെരുപ്പിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ചെരുപ്പിൻ്റെ റേറ്റ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് 50 രൂപ റേറ്റാണ്. പിന്നെ 100, 150 അങ്ങനത്തെ റേറ്റാണ് വരുന്നത്. ചെരുപ്പിൽ തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ മോഡൽ ചെരുപ്പാണ് കൂടുതൽ കണ്ടത്. ലെതർ ടൈപ്പ് കുറവായിരുന്നു. ഈ കാണുന്ന നൂലില്ലേ, ഇതിന് റേറ്റ് വരുന്നത് 2 എണ്ണത്തിന് 50 രൂപ റേറ്റാണ്. ഫ്ലാസ്കിനൊക്കെ റേറ്റ് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് 100 രൂപ റേറ്റാണ്. അത് സെല്ലോ എന്ന് പറയുന്ന കമ്പനീൻ്റെ ഫ്ലാസ്കാണ്. പിന്നെ അടുത്ത് തന്നെ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സൺഡേ കോഴിക്കോട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെ മേടിക്കാൻ പറ്റും. ഈ കാണുന്ന ജീൻസ്, പാൻറ്റ്, ഷർട്ട് ഇതിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തങ്ങ് പോകുമായിരുന്നേ. ഈ കാണുന്ന കസേരയിൽ കുട്ടികളൊക്കെ ഇരിക്കണ ഈ ബെന്നിൻ്റെ അതിന് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. മൊബൈലിൻ്റെ സാധനങ്ങൾക്കൊക്കെ റേറ്റ് വരുന്നത് 10 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ അടപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ തന്നെ സി ടൈപ്പ് കേബിൾ, ചാർജർ ഇവയൊക്കെയുണ്ട്. സി ടൈപ്പ് കേബിളിന് റേറ്റ് വരുന്നത് 30 രൂപ റേറ്റാണ്. ചാർജറിന് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. ചെരുപ്പൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. നമുക്കത് വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആൾക്കാർ തിരക്ക് കൂടുതലായിരുന്നു. കച്ചവടക്കാരുടെ അടുത്ത് നല്ല തിരക്കും ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നുമുണ്ട്. അത്യാവശ്യം നല്ല വിൽപ്പനയും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും നല്ല സാധനങ്ങളുമാണ്. അതുപോലെ തന്നെ പഴയ സാധനങ്ങളൊക്കെ നല്ല റേറ്റ് കുറവിൽ തന്നെയാണ് ഇവിടെ വിൽക്കുന്നത്. പഴയതും പുതിയതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ. ഈ വാച്ചൊക്കെ ഇല്ലേ, ഇതിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ആ ലാപ്ടോപ്പിൻ്റെ റേറ്റ് പറഞ്ഞത് 1500 രൂപ റേറ്റാണ്. ഇവിടെ തന്നെ ചാർജറിൻ്റെ കളക്ഷൻ ഉണ്ട്. അതുപോലെ സ്പീക്കറിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. സ്പീക്കറൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. സ്റ്റാർട്ടിംഗ് ഒക്കെ 300 രൂപ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ. ആ സബ് ഓഫറില്ലേ, അതിന് ഞങ്ങൾ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളായിരുന്നു. പിന്നെ ഒരു 5 രൂപ കിട്ടിയാൽ അങ്ങനെ കൊടുക്കും. പെട്ടിക്കന്നെ 2 രൂപ നല്ല മുറക്കില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ പെയിൻറ്റില്ലേ, ഏഷ്യൻ പെയിൻറ്റിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഏതാ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? ചിരിക്കാനല്ല പറഞ്ഞത്. ഇങ്ങനെയുള്ള വലിയ കച്ചവടക്കാർ വരുവാണെങ്കിൽ ചെറിയ പൈസ കൊടുത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നതാണ്. വുഡൻ പെയിന്റ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് നല്ലപോലെ പറയാൻ അറിയില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പൈസ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അവർക്കും അതൊരു സഹായമായിരിക്കും. നമുക്കും നല്ല ലാഭവും ഉണ്ടാവും. ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ പുറത്തെ കടയിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല പൈസയാവുന്നുണ്ട്. ഇവരുടെ അടുത്തു നിന്ന് എടുക്കുമ്പോൾ അത് നല്ല ലാഭമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ എടുക്കുമ്പോൾ ഇവർ തന്നെ റേറ്റ് കുറയ്ക്കുന്നുണ്ട്. നമുക്ക് വിലയൊക്കെ ചെറിയ റേറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സാംസങ്ങിൻ്റെ ഫോണാണ്. ഇതിന് റേറ്റ് പറഞ്ഞത് 300 രൂപയാണ്. പിന്നെ വാച്ചിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. വാച്ചിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. ഇതൊക്കെ സെക്കൻഡ് സാധനങ്ങളാണ്, സെക്കൻഡ് വാച്ചാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്നാലും ചെറിയ റേറ്റേ വരുന്നുള്ളൂ. ഒത്തിരി കളക്ഷനും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഡ്രസ്സിലേക്കാണ്. ടോപ്പിന് എത്രയാക്കാ? എല്ലാം 250യാ? ടോപ്പിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 200 രൂപയാണ്. 200, 250 ആ റേറ്റാണ് വരുന്നത്. ഇവരുടെ അടുത്ത് തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പം 2 ടോപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയ റേറ്റൊക്കെ കുറച്ച് അവർ തരുന്നുണ്ടായിരുന്നു. ടോപ്പിൻ്റെ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കോട്ടൺ ടൈപ്പ്, റയോൺ ടൈപ്പ്, പോളിസ്റ്റർ മോഡൽ അങ്ങനത്തെ ടൈപ്പിലെയാണ് ഡ്രസ്സുകൾ വന്നിട്ടുള്ളത്. തന്നെ സാധാ ടോപ്പ്, അംബ്രല കട്ട്, ആലിയ കട്ട് അങ്ങനെ കുറേ മോഡൽസിൽ വരുന്നുണ്ടായിരുന്നു. പലാസ പാൻറ്റിനൊക്കെ റേറ്റ് പറഞ്ഞത് 2 എണ്ണം 200 ആ റേറ്റാണ് പറഞ്ഞത്. പിന്നെ ചുരിദാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തന്നെ ചെരുപ്പിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ചെരുപ്പിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് 100 രൂപ റേറ്റാണ് പറഞ്ഞത്. എത്രയാക്കാ? 20, 30 അല്ലേ? മാല, സ്ലൈഡ്, കമ്മല്, മോതിരം ഇതിനൊക്കെ റേറ്റ് വരുന്നത് 20, 30, 40 ആ റേറ്റാണ്. ഈ ക്യൂട്ടായിട്ടുള്ള കമ്മലില്ലേ, ഇതിന് റേറ്റ് പറഞ്ഞത് 20 രൂപ റേറ്റാണ്. ഈ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നേ. 3 സെറ്റായിട്ടാണ് കളക്ഷൻ വന്നിട്ടുള്ളത്. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. കല്ലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല 50, 60 ആ റേറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്യൂട്ടായിട്ടുള്ള മാലയില്ലേ, അതിനൊക്കെ 20 രൂപ റേറ്റാണ് പറഞ്ഞത്. കമ്മലിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ലൈഡിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു.
ഈ കാണുന്ന മുണ്ടില്ലേ അതിനൊക്കെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഇതിൽ തന്നെ കൈലിക്ക് റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്. ഇതിൽ തന്നെ കാവിക്കൈലി, ഒറ്റമുണ്ടിൻ്റെ കൈലി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വരുമ്പോൾ സെറ്റ് മുണ്ട്, അല്ലാതെ സാധാ മുണ്ട്, ഒറ്റമുണ്ട്, അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയത് മൊബൈൽ കവറിൻ്റെ കളക്ഷനിലേക്കാണ്. മൊബൈൽ കവറിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ റേറ്റ് തുടങ്ങുന്നത് 50 രൂപ റേറ്റാണ്. 50, 60 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇതിൽ തന്നെ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മളതൊക്കെ നോക്കി എടുക്കേണ്ടി വരും. ഇതിൽ തന്നെ ആൻഡ്രോയിഡ് ഫോണ്, ഐഫോണ് അങ്ങനെയൊക്കെ പറ്റിയ അതിനൊക്കെ പറ്റിയ കവറുകളും ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ നോക്കി എടുക്കേണ്ടി വരും കിട്ടുള്ളൂ. കാരണം ഒത്തിരി ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കാണ്. ഒത്തിരി കളക്ഷൻ ഉണ്ട്. കളറിലായാലും ഗേൾസിന് പറ്റിയതുണ്ട്, ജെൻസിന് പറ്റിയ, അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ബാഗൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. 50, 100, 150 അങ്ങനെ റേറ്റാണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് ആണ് 50 രൂപ റേറ്റ് വരുന്നത്. ഈ കാണുന്ന ചെരുപ്പിനൊക്കെ സ്റ്റാർട്ടിങ് 50 രൂപ റേറ്റാണ്. ഈ ചെരുപ്പിനൊക്കെയാണ് 50 രൂപ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് വീട്ടിനുള്ളിലൊക്കെ ഇടാൻ പറ്റിയ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കാണ്. നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. 50 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഏത് ചെരുപ്പ് എടുത്താലും ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ കളറുകളും ഉണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നോക്കിയെടുക്കണം. ചെരുപ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് നോക്കിയെടുക്കണം. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ജോഡിയൊക്കെ മാറി കിടക്കുമായിരിക്കും. ഇപ്പം ചിലത് ചെറിയ ചെരുപ്പും ചിലത് വലുത് അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ വാരി കുട്ടിയിട്ടേക്കുന്നത് കൊണ്ട്. ചെരുപ്പിന് പുറമെ ഇവരുടെ അടുത്ത് തന്നെ ഷൂസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്യൂട്ടായിട്ടുള്ള ചെരുപ്പൊക്കെ ഭംഗിയില്ലേ? ഇതൊക്കെ നല്ല റേറ്റ് കുറവിലാണ് അവർ വിൽക്കുന്നത്. നമ്മളിവിടെ ചെരുപ്പ് എടുക്കാൻ പോയാൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നിക്കും. കാരണം ഏതെടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഒന്നെടുക്കുമ്പോഴായിരിക്കും വേറൊന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ കുറേ ചെരുപ്പ് എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ല കൺഫ്യൂഷൻ തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെരുപ്പിൻ്റെ കളക്ഷൻ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ കൂട്ടിയിട്ടേക്കുന്ന ടീഷർട്ടിലേക്കാണ്. കാണുന്ന ടീഷർട്ടില്ലേ അത് 3 പീസിന് 100 രൂപ റേറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 100 രൂപ എടുത്താൽ 3 എണ്ണം എടുക്കാൻ പറ്റുന്നതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിന് 50 രൂപ പോലും റേറ്റ് വരുന്നില്ല. ഇവിടെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നേ. ഇവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ വാരി കൂട്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ മോഡൽ ടീഷർട്ടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതിർന്നവർക്ക് പറ്റിയ ടീഷർട്ടും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഷർട്ടുകളും അതുപോലെ ടീഷർട്ട്, ജീൻസ് ഇതൊക്കെ വാരി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ റേറ്റാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ സോപ്പിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ പാത്രം കഴുകുന്ന സോപ്പില്ലേ അതിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. അതിൽ തന്നെ 6 പീസ് ഉണ്ട്. 6 സോപ്പ് 100. 8 സോപ്പ് 100. കസ്തൂരി വേണം. ഇതിനെത്ര? 100 രൂപ. 8 സോപ്പ് 100 രൂപയല്ലേ? അത് നല്ല ലാഭമില്ലേ? ഇത് തന്നെ കസ്തൂരി മഞ്ഞളിൻ്റെയും പിന്നെ കറ്റാർവാഴേൻ്റെ സോപ്പാണ് 100 രൂപ പറഞ്ഞത്. അല്ലേ? ഇത് എത്രയാക്കാ? 7 എണ്ണം 100. പിയേഴ്സിൻ്റെ സോപ്പാണ്. ആ പിയേഴ്സിൻ്റെ സോപ്പില്ലേ അത് 7 എണ്ണം 100 രൂപ. അത് നല്ല ലാഭമായിട്ട് തോന്നുന്നു. എനിക്കത് നല്ല ലാഭമായിട്ട്. ഈ സോപ്പാ 100 രൂപ. ഫ്രൂട്ട്സിൽ 100 രൂപ. 4 പീസാണ് വരണത്. ഫ്രൂട്ട്സിന്റെ സോപ്പാണ്. അതിന് 100 രൂപ റേറ്റ് ആണ് പറഞ്ഞത്. സോപ്പ് പൊടിയോ കാക്ക? സോപ്പ് പൊടിയോ? കിലോ 50. 2.5 കിലോ 100 ഉണ്ട്. സോപ്പ് പൊടിയൊക്കെ നല്ല ലാഭത്തിന് കിട്ടുവാണെങ്കിൽ ആരെ വാങ്ങിക്കാത്തല്ലേ? ഇതെനിക്ക് നല്ല ലാഭമായിട്ട് തന്നെ തോന്നിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ ഷോർട്ടായിട്ടുള്ള പാൻസ്, അതുപോലെ തന്നെ ട്രാക്ക് പാൻറ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 50 രൂപ റേറ്റാണ്. പിന്നെ ഞാൻ നോക്കിയത് ബാഗിൻ്റെ കളക്ഷനിലേക്കാണ്. ബാഗിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് പറ്റിയ ബാഗ്, കോളേജിൽ കൊണ്ടുപോകുന്ന ടൈപ്പ് ബാഗ്, ലഗേജിൻ്റെ ബാഗ്, അങ്ങനെ ഒത്തിരി ടൈപ്പിലെ ബാഗുകളുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ പറ്റിയ ബാഗിന് 100 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അത് നല്ല ലാഭമാണ്. നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു 100-300 രൂപ റേറ്റൊക്കെ വരുന്നുണ്ട്. ഇതപ്പോൾ അത്യാവശ്യം നല്ല ലാഭമായിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗേൾസിന് പറ്റിയ ഹാൻഡ് ബാഗ് അതും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് ഞാൻ നോക്കിയത് ജീൻസിൻ്റെ കളക്ഷനാണ്. ജീൻസ്, ഷർട്ട്, ടീഷർട്ട് ഇതിൽ ഏതെടുത്താലും റേറ്റ് വരുന്നത് 50 രൂപ റേറ്റ് മാത്രമാണ്. സ്റ്റാർട്ടിംഗ് ആണ് 50 രൂപ റേറ്റ്. പിന്നെ 100 രൂപ റേറ്റും ഉണ്ട്. ഇവിടെ തന്നെ സാരീൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ സാരിക്കൊക്കെ റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്. ആ സൈഡിൽ ഗിൽറ്റ് വന്ന സാരിയൊക്കെ ഇല്ലേ അതിനൊക്കെ റേറ്റ് പറഞ്ഞത് 200 രൂപ റേറ്റാണ്. പിന്നെ ജീൻസിലേക്ക് വരുമ്പോൾ 100 റേറ്റും വരുന്നുണ്ട്. 50, 100 ആ റേറ്റും വരുന്നുണ്ട്. കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 200 രൂപ റേറ്റൊക്കെയാണ്.
അതിൽ തന്നെ ചുരിദാർ സെറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. ആ ബാഗിന് എത്ര? 150. ആ ആ ആ ആ ആ ആ ഇതെന്നും കാണുമോ? എല്ലാ ദിവസവും കാണുമോ? എല്ലാ ഞായറാഴ്ച. ആ ഓക്കെ. ഈ ബാഗിനൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അടുത്ത് പോയി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പ്യൂമ, ആദിദാസ്, ജീപ്പ് അങ്ങനെ കുറേ മോഡലിലെ ബാഗുകളാണ് വരുന്നത്. അപ്പോൾ നല്ല ലാഭം തോന്നിക്കുന്നുണ്ട്, ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു, നല്ല റേറ്റ് കുറവായിട്ടും തോന്നുന്നുണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ പുറത്തെ റോഡാണ് പാളയം റോഡ്. അവിടോട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും വരിയോര കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഇതിൽ 2 ഷർട്ടിന് റേറ്റ് വരുന്നത് 500 രൂപ റേറ്റാണ്, ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് 250 രൂപ റേറ്റാണ്. ഇത് തുണി വന്നിട്ടുള്ളത് ബനിയൻ ടൈപ്പും റയോൺ ടൈപ്പും കോട്ടൺ ടൈപ്പിലും ഉള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള ഷർട്ടൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നില്ലേ? നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. നമ്മൾ പുറത്തെ കടയിൽ നിൽക്കുമ്പോൾ ഇതിൽ നല്ല പൈസ ആവുന്നുണ്ട്, ഒരു 600-700 ആ റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കുറേ കളക്ഷൻ ഉണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ കുട്ടികളും പിന്നെ ആൾക്കാർക്ക് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ഇങ്ങനെ 2-3 വെച്ചൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ തന്നെ വൈറ്റ് കളറിലെ ഷർട്ടും ഉണ്ടായിരുന്നേ. പിന്നെ ഈ ബാഗൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപ റേറ്റാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏത് ബാഗ് എടുത്താലും 100 രൂപ റേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, നമുക്കപ്പോൾ നോക്കി എടുക്കാവുന്നതാണ്. കുട്ടികളുടെ ബാഗുകളും പിന്നെ ഹാൻഡ് ബാഗ് ടൈപ്പൊക്കെയാണ് വരുന്നത്. പിന്നെ ഷർട്ടിൽ തന്നെ ഈ റെഡ് കളറിലെ ഷർട്ടിനൊക്കെ റേറ്റ് 250 രൂപ റേറ്റാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന ഹാൻഡ് ബാഗിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 200 രൂപ റേറ്റാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ 200 രൂപ കളക്ഷനാണ്. പിന്നെ ചെറിയ ബാഗിനൊക്കെ റേറ്റ് വരുന്നത് 150 രൂപ റേറ്റാണ്. തന്നെ ഹാൻഡ് ബാഗും അതുപോലെ കോളേജിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ബാഗുകളില്ലേ, അതിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 200 രൂപയ്ക്കൊക്കെ നല്ല വിലക്കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ക്യൂട്ടായിട്ടുള്ള ബാഗിന് റേറ്റ് പറഞ്ഞത് 150 രൂപ റേറ്റാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഡ്രസ്സിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. ബാഗിൻ്റെ അടുത്ത് തന്നെ ഷർട്ട് അതുപോലെ തന്നെ ധോത്തീസ്, കൈലികൾ, അതിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പുറത്തെ മാർക്കറ്റാണ്, പാളയം റോഡ് ഭാഗത്തുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. മിഠായി തെരുവിലെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമുക്ക് വീഡിയോയ്ക്കൊക്കെ ലൈക്കൊക്കെ കുറവാണ്, അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഈ കാണുന്ന ചുരിദാർ ഡ്രസ്സിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. ഷർട്ടിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 200 രൂപ റേറ്റ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് 1 വേ കയറി ഇറങ്ങി വരുന്നത് SM സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. ഈ ബസ് വരുന്നുണ്ടല്ലോ, ഈ ബസ് വരുന്നത് ഇത് 1 വേ ഇറങ്ങി വരുന്ന ഈ റോഡ് നേരെ വരുന്നത് SM സ്ട്രീറ്റിലോട്ടാണ്.